സ്തോകസ്തോകനിരുധ്യമാനമൃദുലപ്രസ്യന്തി മന്ദസ്മിതം പ്രേമോദ്ഭേദനിരർഗളപ്രസൃമരപ്രവ്യക്തരോമോദ്ഗമം ശ്രോതൃശ്രോത്രമനോഹരവ്രജവധൂലീലാമിധോജൽപിതം മിഥ്യാസ്വാപമുപാസ്മഹേ ഭഗവദ ക്രീഡാനിമീലദൃശഃ. അമ്പാടിക്കണ്ണൻ്റെ കള്ളയുറക്കത്തെ വർണ്ണിക്കുകയാണ് കവി. ഗോപികമാർ അരികിലെത്തിയപ്പോൾ കണ്ണൻ ഉറക്കം നടിച്ചു കിടന്നു. അവർ നോക്കുമ്പോൾ ഉണ്ണി ഉറക്കമാണ്. അവർ ശബ്ദമുണ്ടാക്കാതെ ഏറെ നേരം കാത്തിരുന്നു. പിന്നെ അവർ കണ്ണനെക്കുറിച്ച് തങ്ങളുടെ സ്വകാര്യങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി. ഇത് കേൾക്കാൻ നിദ്ര നടിച്ചു കിടന്ന ഉണ്ണിക്ക് എത്ര അടക്കി പിടിച്ചിട്ടും മന്ദഹാസം പുറത്തേക്ക് വന്നു. ആ തൂമന്ദഹാസം കിനിഞ്ഞു പരക്കുന്ന മുഖഭാവവുമായി ഉണ്ണി ഉറക്കം നടിച്ചു കിടന്നു. ഒപ്പം അവർ പ്രേമത്തോടെ തന്നോടുള്ള സ്നേഹാതിരേകത്താൽ നിറയുന്ന വാക്കുകൾ ചേർന്ന തൻ്റെ കഥകൾ കേൾക്കെ ആ ഗോപികമാരോടുള്ള പ്രേമം കാരണം കണ്ണന് രോമാഞ്ചമുണ്ടായി എന്നാണ് കവി പറയുന്നത്. ഇങ്ങനെ കേൾക്കുന്നവരുടെയൊക്കെ കാതുകൾക്ക് ഇമ്പം നൽകുന്ന ഗോപസ്ത്രീകളുടെ കണ്ണനെക്കുറിച്ചുള്ള കളിവാക്കുകൾ ആസ്വദിച്ചുകൊണ്ടും പ്രേമം പൂണ്ടും കളിയായി കണ്ണു ചിമ്മിക്കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കപടനിദ്രയെ ഉപാസിക്കുകയാണ് താനെന്ന് കവി പറയുന്നു. ഉണ്ണി, ഞാനും ആ അരികിൽ ഇത്തിരി നേരം ഇരുന്ന് ആ നിദ്രയെ ആസ്വദിച്ചോട്ടെ. എൻ്റെ ഹൃദയവും നിറഞ്ഞൊഴുകട്ടെ അങ്ങയോടുള്ള പ്രേമഭക്തിയാൽ. വിചിത്രപത്രാവലിശാലി ബാലാസ്തനാന്തരം മൗനി മനോന്തരം വാ അപാസ്യ വൃന്ദാവന പാദവാസ്യമുപാസ്യമന്യന്ന വിലോകയാമഹ. ഇലയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതുപയോഗിച്ച് ശരീരഭാഗങ്ങളിൽ സുഗന്ധലേപനമണിഞ്ഞ ബാലികമാരുടെ സ്തനങ്ങളുടെ മധ്യഭാഗമോ അതോ മൗനം പൂണ്ട് ധ്യാനത്തിലിരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയാന്തർഭാഗമോ വൃന്ദാവന വൃക്ഷങ്ങളിലെ ഇരിപ്പിടമോ ഇവയല്ലാതെ ഒഴികെ ശ്രീകൃഷ്ണ ഭഗവാന് ഇരിപ്പിടമായി മറ്റൊന്നും കാണുന്നില്ല എന്ന് കവി പറയുന്നു. നീ ഈ അമ്മയുടെ ഹൃദയ നികുഞ്ചത്തിലും സദാ നീ വന്നിരിക്കണേ. അതിനു തക്കവിധം ഈയുള്ളവളുടെ ഹൃദയകമലവും പരിശുദ്ധവും നിർമ്മലവുമാക്കി തരണമേ കണ്ണ. സാർദ്ധം സമൃദ്ധൈരമൃതായമാനൈരാത്മായമാനൈർമുരളീനിനാദൈഃ മൂർധാഭിഷിക്തം മധുരാകൃതീനാം ബാലം കഥാ നാമ വിലോകയിക്ഷ്യേ. മുരളീധരനായ നീലവർണ്ണനെ താൻ എന്നാണ് കാണുക എന്ന് കവി ആശങ്കപ്പെടുകയാണ്. ദിക്കുകളെല്ലാം നിറയുന്ന അമൃതതുല്യമായ ഉച്ചത്തിലുള്ള മുരളീനാദം കൊണ്ട് അഭിഷേകം ചെയ്തു നിൽക്കുന്ന അതീവ മധുര സുന്ദര രൂപത്തോടുകൂടിയ ആ നീലബാലനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ താൻ എന്നാണ് കാണുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. കണ്ണ, ശ്യാമവർണ്ണ, മുരളീധര, എന്നാണ് എനിക്കും അതിന് ഭാഗ്യമുണ്ടാവുക? നിൻ പാദസ്പർശമേറ്റ് നിൻ കാൽ തളിരിണകളിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു പുൽക്കൊടിയായെങ്കിലും ജന്മം കൊണ്ട് നിന്നിലലിയാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണം? അവിടുന്ന് വലിയ കൃപ നൽകി അനുഗ്രഹിച്ചാലും ഭഗവാനെ. ശിശിരീകുരുതേ കഥാനുനഃ ശിഖിപിഞ്ചാഭരണ ശിശുദൃശോഃ യുഗളം വികളൻ മധുദ്രവസ്മിതമുദ്രാമൃദുനാ മുഖേന്ദുനാ. ചെറിയ കുഞ്ഞുണ്ണിക്കണ്ണൻ്റെ മനോഹരമായ രൂപം കവി വർണ്ണിക്കുകയാണ്. തേൻചോരിവായൊഴുക്കി പുഞ്ചിരിക്കുന്ന മയിൽപീലി അണിഞ്ഞ സുന്ദരമായ ആ മുഖചന്ദ്രനെ കണ്ട് എന്നാണ് എനിക്ക് എൻ്റെ രണ്ട് കണ്ണുകളെയും കുളിർപ്പിക്കാനാവുക എന്ന് കവി ആശങ്കപ്പെടുകയാണ്. ഉണ്ണി, മൃദുവായ ഹാസത്താലും ചലനത്താലും എൻ്റെ ഹൃദയത്തെയും നീ സദാ കുളിര് നിറച്ചാലും ആവുമ്പോഴൊക്കെയും കുഞ്ഞേ നീ എൻ്റെ അരികിൽ പിച്ച വെച്ച് ഓടിയടുത്താലും
ചോരിവായു കൊണ്ട് എൻ്റെ മുഖത്തെ ഉമ്മകൾ കൊണ്ട് നിറച്ചാലും, വെണ്ണ പറ്റിയ കൈകളാൽ ഈ അമ്മയുടെ ശരീരവും മനസ്സും നീ ചേർത്ത് പിടിച്ചാലും, കാൽത്തള തെരുതെരയുണർത്തി നീ എൻ്റെ മടിയിൽ നൃത്തം ചെയ്താലും, പിന്നെ ഇത്തിരി നേരം നല്ല കുട്ടിയായി ചേർന്നിരുന്നാലും, അമ്മ ഒന്ന് കണ്ടോട്ടെ, നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ, അനുവദിച്ചാലും ഉണ്ണി. കാരുണ്യകർപ്പുരകടാക്ഷ നിരീക്ഷണേന താരുണ്യസംവലിത ശൈശവ വൈഭവേന ആപുഷ്ണദാ ഭുവനമദ്ഭുത വിഭ്രമേണ ശ്രീകൃഷ്ണചന്ദ്രശിശിരീ കുരുലോചനം മേ. വീണ്ടും ആ നീലബാലൻ്റെ ഭാവസൗകുമാര്യങ്ങളെ വർണ്ണിക്കുകയാണ് കവി കൊതി തീരാതെ, നമ്മളെയൊക്കെ പോലെ. കാരുണ്യം നിറഞ്ഞ ഭഗവാന്റെ കടക്കൺ നോട്ടം കൊണ്ടും, കാരുണ്യം നിറഞ്ഞ ഭഗവാന്റെ കടക്കണ്ണിൻ്റെ നോട്ടം കൊണ്ടും, താരുണ്യത്തിലെത്താൻ വെമ്പുന്ന ശൈശവത്തിൻ്റെ വൈഭവം കൊണ്ടും, ഈ ലോകമൊക്കെയും പരിപോഷിപ്പിക്കുന്ന നിന്തിരുവടിയുടെ അദ്ഭുത വിലാസങ്ങൾ കൊണ്ടും അല്ലയോ ശ്രീകൃഷ്ണചന്ദ്ര എൻ്റെ കണ്ണുകളെ കുളിർപ്പിക്കണമേ. കൈശോര വേഷമണിയാൻ വെമ്പുന്ന എൻ്റെ ബാലമുകുന്ദ, അവിടുന്ന് സദാ എൻ്റെ അരികിലും ഉണ്ടാവണേ. എൻ്റെ മനസ്സാകുന്ന കണ്ണിന് എപ്പോഴും അങ്ങയെ കാണുമാറാകണേ. എൻ്റെ നാസാരന്ധ്രങ്ങൾ അങ്ങയെ ശ്വസിക്കുമാറാകണേ. ആ മുരളീനാഥം എൻ്റെ ജന്മപാപങ്ങളെയും ഇല്ലാതെയാക്കണേ. സദാ അങ്ങയുടെ പാദപങ്കജസ്മരണയിൽ എന്നെ അഹങ്കാരമില്ലാതെയാവണേ. അവിടെ വീണലിയാൻ അനുവദിക്കണേ കണ്ണ. കഥാ വാ കാളിന്ദീ കുവലയദളശ്യാമളതരാഃ കടാക്ഷാലക്ഷ്യന്തെ കിമപി കരുണാബീചിനിചിതാഃ കഥാ വാ കന്ദർപ്പപ്രതിഭടജടാചന്ദ്രശിശിരാഃ കമപ്യന്തസ്തോഷം ദദതി മുരളീ കേളിനിനദാഃ. നമ്മളേവരെയും പോലെ കവി ആഗ്രഹിക്കുകയാണ് എന്നാവും ഭഗവാന്റെ കടാക്ഷങ്ങൾ കാണാനും മുരളീനാദം കേൾക്കാനും ഭാഗ്യമുണ്ടാവുക. ആ വൃന്ദാവന കണ്ണൻ്റെ, നമ്മുടെയൊക്കെ ബാലനാം നീലകുമാരൻ്റെ നോട്ടം, കടാക്ഷം കാളിന്തിയിലെ കരിങ്കൂവളപ്പൂവിൻ്റെ ഇതള് പോലെ ഏറ്റവും കറുത്തവയും കാരുണ്യത്തിൻ്റെ അലകൾ പോലെ നീണ്ടു നിരന്നവയും ആയ ആ നോട്ടങ്ങൾ എന്നാണാവോ തെല്ലൊന്നു കാണാൻ തരപ്പെടുക. പിന്നെയോ കാമവൈരിയായ ചന്ദ്രശേഖരൻ്റെ ജടയിലെ ചന്ദ്രനെ പോലെ തണുത്ത ഓടക്കുഴലിൻ്റെ മധുരനാദങ്ങൾ എന്നാണാവോ എനിക്ക് എന്തെന്നില്ലാത്ത ഹൃദയാനന്ദം നൽകുക. മഹാദേവൻ്റെ ശിരസിലെ ചന്ദ്രൻ്റെ ശീതളിമ പോലെ ഭഗവാന്റെ ആ മധുര വേണുഗാനം എൻ്റെ ഹൃദയത്തെ എന്നാണാവോ കുളിർപ്പിക്കുക എന്ന് കവി ചോദിക്കുകയാണ്. കണ്ണ, ആഗ്രഹമാണ് അമ്മയ്ക്ക് വൃന്ദാവന വീഥികളിലൂടെ നീയുമൊത്ത് നടക്കണമെന്ന്. നീലനിലാവിൽ അമ്മയ്ക്കരികിലിരുന്ന് എൻ്റെ പൊന്നുണ്ണി വേണു ഊതുമ്പോൾ വൃന്ദാവനത്തിലെ സകല ചരാചരങ്ങളും കേട്ടു നിൽക്കുമെന്ന്. അങ്ങനെ ഒരു കാലം, ഒരു ലോകം അനുഭവിക്കാൻ, എൻ്റെ ഈ പ്രാണലിൽ അനുഭവിക്കാൻ ഭഗവാനെ ഇട നൽകിയാലും. അധീരമാലോകിതമാദ്രജൽപിതം ഗതം ച ഗംഭീരവിലാസമന്ധരം അമന്ദമാലിംഗിതമാകുലോന്മദസ്മിതം ച നയേനാഥ വദന്തി ഗോപികാഃ. അധീരമാലോകിതമാദ്രജൽപിതം ഗതം ച ഗംഭീരവിലാസമന്ധരം അമന്ദമാലിംഗിതമാകുലോന്മദസ്മിതം ച തേ നാഥ വദന്തി ഗോപികാഃ. വീണ്ടും ഒരു പ്രാർത്ഥന കവി അർപ്പിക്കുകയാണ്. ഗോപികമാർ കണ്ണനെക്കുറിച്ച് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ നോട്ടം ഇളകിക്കൊണ്ടിരിക്കുന്നതും വാക്കുകൾ അലിവു നിറഞ്ഞതുമാണ്. അവിടുത്തെ നടത്തം ഗാംഭീര്യം നിറഞ്ഞതാണ്.
വളരെ ചന്തമുള്ളതാണ്. അതേപോലെ അവിടുത്തെ ആലിംഗനം ഒട്ടും അയവില്ലാത്തതാണ്. പിന്നെയോ അങ്ങയുടെ മന്ദസ്മിതം ആകുലപ്പെടുത്തുന്നതും മോഹിപ്പിക്കുന്നതുമാണെന്നും അവർ പറയുകയാണ്. അതൊക്കെ കാണാൻ ഇടവരണേ എന്ന് കവി ആഗ്രഹിക്കുന്നു. ഭഗവാനെ, കണ്ണാ, ഉണ്ണി, വൃന്ദാവന വീഥികളിൽ എവിടെയെങ്കിലും ഞാനും വന്ന് കുറച്ചിരുന്നോട്ടെ. ആ വീഥികളിലൂടെ നിന്റെ കമലപാദങ്ങൾ പിച്ചവെച്ച് നടക്കില്ലേ? അപ്പോൾ ആ വഴിയിൽ അരികിലിരിക്കുന്ന എന്നെയും കണ്ണാ നീ നോക്കില്ലേ? ഒരു വേള എൻ്റെ അടുത്തു വന്ന് ആ ദീർഘമായ കൈകളാൽ എന്നെയും ചേർത്ത് പിടിക്കില്ലേ? പിന്നെ അലിവ് നിറഞ്ഞ എൻ്റെ പ്രാണനായ നിന്റെ ചിരി ഈ അമ്മയ്ക്കും ഇത്തിരി നൽകില്ലേ? അസ്തോഗസ്മിതഭരമായതായതാക്ഷം നിശേഷസ്തനമൃദിതം രജാംഗനാഭിഃ നിസ്സീമസ്തപകിതനീലകാന്തിധാരം ദൃശ്യാസം ത്രിഭുവനസുന്ദരം മഹസ്തേ. വീണ്ടും ആ നീല തേജസ്സിനെ കാണാനായി കവി പ്രാർത്ഥിക്കുകയാണ്. നന്നായി പുഞ്ചിരി പൊഴിക്കുന്നതും വളരെ നീണ്ട കണ്ണുകളോടു കൂടിയതും ഗോപസ്ത്രീകളാൽ സ്തനങ്ങളാൽ മർദ്ദിക്കപ്പെട്ടതും അതിരു കവിഞ്ഞ പൂത്തുലയുന്ന നീലകാന്തി ഒഴുകുന്നതും 3 ലോകങ്ങളിൽ വെച്ച് അഴകേറിയതുമായ നിന്തിരിവടിയുടെ തേജസ് എനിക്ക് കാണാനിട വരേണമേ. ഭഗവാനെ, അവിടുത്തോട് എൻ്റെയും ഒരു പ്രാർത്ഥനയുണ്ട്. കോമള കൈശോരനായ എൻ്റെ ആ നീലബാലനെ ഒന്ന് കാണാൻ എന്നെയും അനുവദിക്കണമേ. എന്തിനെന്നോ, കണ്ട് കണ്ണു നിറഞ്ഞൊഴുകുമ്പോൾ നിന്നെ ചേർത്ത് മുറുകെ പുണർന്ന് ഞാൻ ഇല്ലാതെയാവാൻ ആഗ്രഹമാണ്. ഇനിയും എത്ര ജന്മം കുഞ്ഞെ അറിയില്ല. കഴിയുമെങ്കിൽ ഈ ജന്മം അത് നിവർത്തിച്ചാൽ. മയി പ്രസാദം മധുരൈഃ കടാക്ഷൈർവംശീനിനാദാനുചരൈർവിധേഹി ത്വയി പ്രസന്നേ കിമിഹാപരൈർനസ്ത്വയ്യപ്രസന്നേ കിമിഹാപരൈർനഃ. കണ്ണൻ്റെ ആ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മറ്റു ദേവന്മാരുടെ അനുഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. ഭഗവാന്റെ അനുഗ്രഹമില്ല എങ്കിൽ മറ്റുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് കവി പറയുകയാണ്. വേണുനാഥത്തെ പിന്തുടരുന്ന മധുരങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് നിന്തിരുവടി എൻ്റെ നേരെ അനുഗ്രഹം പൊഴിക്കണമേ. അവിടുന്ന് അനുഗ്രഹിച്ചാൽ പിന്നെ ഇവിടെ മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് എന്തു പ്രയോജനം? അനുഗ്രഹിച്ചില്ലെങ്കിലോ മറ്റുള്ളവർക്കും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല ഭഗവാനെ. കാരണം അവിടുത്തെ അനുഗ്രഹത്താൽ മാത്രമേ ഏവവും സാധ്യമാവുകയുള്ളൂ. അതില്ലെങ്കിലോ ഒന്നുമേ സാധ്യമല്ല. കണ്ണാ, ഭഗവാനെ, നാരായണ, സമസ്തവും അവിടുന്നാണ് എന്നിരിക്കെ പിന്നെ എന്ത്? മഹാദേവനും മഹാദേവിയും നാരായണനും ബ്രഹ്മാവും അവിടുന്നാണ്. യാതൊന്നാണോ ഒന്നായി സകലത്തിലും വിളങ്ങുന്നത് അത് നിന്തിരുവടിയാണ്. സർവവും നീയേ, സമസ്തവും നീയേ, സർവചരാചരപ്പൊരുളും അഖിലവും നീയേ. കണ്ണ, നിബദ്ധമുഗ്ധാഞ്ജലിരേഷയാചേ നീരന്ധ്രദൈന്യോന്നതമുക്തകണ്ഠം ദയാംബുധേ ദേവഭവാത് കടാക്ഷദാക്ഷ്യണ്യ ലേശേന സകൃന്നിഷിഞ്ച. വീണ്ടും കവി പ്രാർത്ഥിക്കുകയാണ്. കൈകൾ കൂപ്പിക്കൊണ്ട്, തിങ്ങിയ സങ്കടം കൊണ്ട്, ഇടറിയ കണ്ഠത്താൽ ഉറക്ക വാവിട്ട് കരഞ്ഞുകൊണ്ട്, ഭഗവാനെ, ഞാൻ അങ്ങയോട് യാചിക്കുന്നു എന്ന് പറയുകയാണ് കവി. അല്ലയോ ദയാംബുധേ, കാരുണ്യക്കടലായ ഭഗവാനെ, അവിടുത്തെ കടാക്ഷമാകുന്ന ദയാവായ്പിൻ്റെ ഒരു തുള്ളി കൊണ്ട് ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും തളിക്കണമേ. ഭഗവാനെ, പരമാത്മാവായ നാരായണനായ വൃന്ദാവന ബാലകുമാര, അവിടുന്ന്
എന്നോട് മിറ്റ് കരുണ കാണിക്കണമേ. എൻ്റെ കൈകൾ ശിരസ്സിനു മീതെ കൂപ്പി ഞാൻ സാഷ്ടാംഗം വീണു ഭഗവാനെ യാചിക്കുന്നു. പ്രഭോ, അവിടുത്തെ കാരുണ്യകടാക്ഷത്തിൻ്റെ തിരകൾ എപ്പോഴും എന്നിലുണ്ടായിരിക്കണേ. അത് പിൻവലിക്കരുതേ. പിന്നെ എനിക്ക് എവിടെയാണ് അവലംബം മഹാപ്രഭു? അവിടുത്തെ കടമിഴികൾ സദാ